മൈൻഡ് കോച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി കേരളത്തിലെ തന്നെ പ്രശസ്തനായ ഡോക്ടർ ജോർജ് മാത്യു സാറാണ്. സാറിനെ നമുക്ക് ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാർ, പാരാസൈക്കോളജി പശ്ചാത്തലത്തിൽ മരണം എന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? മരണത്തിന് പ്രത്യേക ഒരു വ്യാഖ്യാനം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനിച്ചതെല്ലാം മരിക്കും. നമ്മളുടെ ശരീരം ഒരു മെഷീൻ പോലെയാണ്. അതിന് വേറെ ടയർ ഉണ്ടാകും, അവസാനം അത് പ്രവർത്തിക്കാതാകും. അതിനാണ് മരണമെന്ന് പറയുന്നത്. സാർ, നമ്മൾ കൂട് വിട്ട് കൂട് മാറുക, ആസ്ട്രോ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞത്, അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ്ഡ് ആണ്? അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ പാരാസൈക്കോളജി? ഈ സയൻസിൽ ഇപ്പോൾ പ്രൂവ്ഡ് ഡിസ്പ്രൂവ്ഡ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. എത്രമാത്രം എവിഡൻസ് ഉണ്ട്, എത്രമാത്രം എവിഡൻസ് ഇല്ല എന്ന ഒരു കൺസെപ്റ്റേ ഉള്ളൂ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഓൾ ഓർ നൺ, പ്രൂവ്ഡ് അല്ലെങ്കിൽ നോട്ട് പ്രൂവ്ഡ് എന്ന് ഒരു സങ്കല്പം ഇപ്പം ഇല്ല. നമ്മൾ മരണാന്തര ചടങ്ങുകൾക്ക് പല മതങ്ങളും പല രീതിയിലും ചടങ്ങുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ സയൻറ്റിഫിക്കലായിട്ടും ഈ പാരാസൈക്കോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരണാനന്തര ചടങ്ങുകളുടെ പ്രധാന ഉദ്ദേശം ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സമാധാനമാണ്. ഒരാൾ മരിച്ചതിൽ ദുഃഖമുണ്ട്, അപ്പോൾ അയാളെ വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ചില്ല, അയാൾക്ക് വേണ്ടതൊന്നും കൊടുത്തില്ല എന്നൊക്കെയുള്ള കുറ്റബോധമുണ്ട്. ഇതൊക്കെ മാറ്റുക എന്നുള്ളതാണ് മരണാനന്തര ചടങ്ങുകളുടെ പ്രധാന ഉദ്ദേശം. പിന്നെ ഈ ബലിയിടുക എന്നൊക്കെ പറയുമ്പോൾ, ഓർമ്മ ദിവസം എന്നൊക്കെ പറയുമ്പോൾ ബന്ധുക്കളെല്ലാം ഒരുമിച്ച് വരുന്നു, മരിച്ചയാളെ സ്മരിക്കുന്നു. ഇത് ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പും ഭദ്രതയും ഒക്കെ കൂട്ടാനും സഹായകമാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതോടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്നുള്ളതിന് അത് നമ്മളുടെ ഒരു സങ്കല്പമാണ്. പിന്നെ നമ്മുടെ മനസ്സിലാണ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്, എല്ലാം ബോധത്തിലാണ്. അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ നാച്ചുറലാണോ അതോ നമ്മൾ മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ടതാണോ? മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. പക്ഷേ അത് ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് നാച്ചുറലാണ്, അത് ഫങ്ഷണലാണ്, അതുകൊണ്ട് പ്രയോജനങ്ങളുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. അല്ല സാർ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് അടുത്തിരിക്കുന്ന ക്ലോസ് റിലേറ്റീവ്സ് മരണശേഷം നമുക്ക് കാണുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഭയം ഉണ്ടാവുന്നു? അത് ഈ നമ്മൾ ഒരു രൂപം കാണുന്നു, അത് നമ്മുടെ മനസ്സിൻ്റെ പ്രൊജക്ഷനാകാം, പലതും ആകാം. പക്ഷേ ആ സമയത്ത് നമ്മളുടെ ശരീരത്തിന് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം നമുക്കുണ്ടാകും സ്വാഭാവികമായിട്ട്. കാരണം അമൂർത്തമായ അരൂപമായ എന്തിനെങ്കിലും കാണുമ്പോൾ നമ്മളും വാസ്തവത്തിൽ നമ്മളുടെ ശരീരത്തിനപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഒരു മരണഭീതി ജനിപ്പിക്കും. അതുകൊണ്ടാണ് ഈ അപ്പാരിഷൻസിനെ കാണുമ്പോൾ പലർക്കും ഭയം ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ ഇത്രയും സ്നേഹത്തോടിരുന്ന ആൾക്കാരായിട്ട് പോലും നമുക്ക് സ്വപ്നങ്ങളിലോ അവർ വരുമ്പോൾ ഒരു ഭയവും പേടിയും എല്ലാം ഒരു ഉണ്ടാവുന്നതുകൊണ്ടാണോ? അത് നമുക്ക് ആ സമയത്ത് മരണഭയം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമുക്ക് അറിഞ്ഞുകൂടല്ലോ, ഈ ബോഡി ഇല്ലാത്ത ഒരു രൂപം വരുന്നു, അത് നമ്മളെ കൂടെ കൊണ്ടുപോകുമോ, നമ്മളുടെ ആത്മാവിനെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അവർ അടിച്ചുകൊണ്ട് പോകുമോ എന്നൊക്കെയുള്ള ഭയം സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ ഈ മരണശേഷവും അവർ ജീവിക്കുന്നുണ്ടോ? അതായത് അവരുടെ ലോകത്ത് വളരെ തർക്കവിഷയമായ ഒരു സംഗതിയാണ് മരിച്ചതിന് ശേഷം അവസ്ഥ എന്താണെന്ന്. കാരണം നമ്മളൊരു 4 ഡൈമെൻഷണൽ വേൾഡിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്പേസ് ടൈം ഓറിയൻറ്റേഷൻ ഉണ്ട്, നമുക്കൊരു മെറ്റീരിയൽ ബോഡിയുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഈ ഒരു പേടി കൊണ്ടാണ് നമുക്ക് ആത്മാക്കളോട് പേടി തോന്നുന്നത്. അതെ, അതെ, നമുക്ക് മരണം വരുമെന്നുള്ളൊരു അതുകൊണ്ടാണ്. അപ്പോൾ ഈ മരണശേഷം ആത്മാക്കൾ സ്വപ്നങ്ങളിൽ വരാറുണ്ട്. അപ്പം നമുക്ക് അതിനുശേഷം ദുഷ്സൂചനകൾ കിട്ടാറുണ്ട്. നമുക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ അത് വന്ന് ആത്മാവായിട്ട് നമ്മൾ ഡ്രീംസിൽ വന്നിട്ട് പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അത് ശരിയാണ്. അപ്പോൾ അതിനൊക്കെ യാഥാർത്ഥ്യമുണ്ടോ?
അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്, ലിറ്ററേച്ചറിലും ധാരാളമുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം നമ്മളുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്, എത്രമാത്രം മരിച്ചവർ യഥാർത്ഥത്തിൽ വരുന്നതാണ് എന്ന് നമുക്ക് പറയാൻ എളുപ്പമല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. വളരെ പണ്ട് നടന്ന ഒരു സംഭവമാണ്. അന്ന് ഈ റെയിൽവേ ക്രോസിലൊന്നും ഈ സിഗ്നൽ ലൈറ്റോ ഗേറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഒരു ദിവസം 2-3 ട്രെയിനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അടുത്ത കണിയാപുരം എന്ന സ്ഥലത്തൊരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വണ്ടി ഓടിച്ച് പോകുമായിരുന്നു. അന്ന് നിയമം അനുസരിച്ച് റെയിൽവേ ക്രോസിൻ്റെ അവിടെ എത്തിയാൽ നമ്മൾ വണ്ടി നിർത്തി ട്രെയിൻ വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ മുമ്പോട്ട് പോകാവുള്ളൂ. അപ്പോൾ ഇദ്ദേഹം നല്ല സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം ഈ സമയത്ത് ട്രെയിനൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഇദ്ദേഹം ഏതായാലും പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തൊട്ട് പുറകെ ഒരു ലോറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ലോറിക്കാരൻ ശക്തമായിട്ട് ഹോൺ അടിച്ചു ഓവർടേക്ക് ചെയ്യാൻ. പക്ഷെ അപ്പം റോഡിന് വീതി കുറവാണ്. അപ്പോൾ സൈഡ് കൊടുക്കാൻ മാത്രം വീതിയില്ല. അപ്പോൾ ഇദ്ദേഹം പതുക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ ലോറിക്കാരന് ദേഷ്യം വന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ റെയിൽവേ ക്രോസിനടുത്തെത്തി. അപ്പോൾ ഇദ്ദേഹം ആരോ കൈ കൊട്ടുന്ന ശബ്ദം കേട്ടു. ഇദ്ദേഹം നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് പരിചയമുള്ള വളരെ വയസ്സായ ഒരാൾ അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ കാർ നിർത്തി ലോറി അങ്ങ് ഓവർടേക്ക് ചെയ്തു പോയി. അപ്പോൾ ഇദ്ദേഹം വെളിയിലിറങ്ങി നോക്കിയപ്പോൾ കൈ കൊട്ടിയ ആളിനെ കാണുവാനില്ല. പെട്ടെന്നൊരു ഭയങ്കര സൗണ്ട് കേട്ടു. അപ്പോൾ ഇയാളിങ്ങനെ കോരിത്തെരിച്ച് നിന്നുപോയി. ട്രെയിൻ വന്ന് ഇടിച്ചതാണ്. ഒരു സമയം തെറ്റിച്ച് ഒരു ഗുഡ്സ് ട്രെയിൻ വന്നു. അപ്പോൾ ഈ ലോറിക്കകത്ത് നിറച്ച് ജോലിക്കാർ നിൽക്കുകയാണ്, തൊഴിലാളികൾ. അവരെയും കൊണ്ട് പോയ അവർക്ക് ഏതോ വർക്ക് സ്പോട്ടിൽ വേഗം എത്താൻ വേണ്ടിയാണ് അയാൾ ഈ ബഹളം വെച്ചത്. അത് ഇവിടെയെങ്കിലുള്ള ആളായിരിക്കത്തില്ല, അല്ലെ റെയിൽവേ ക്രോസ് ഉണ്ടെന്ന് പോലും അറിഞ്ഞു കാണത്തില്ല. നേരെ ട്രെയിനിൻ്റെ മുമ്പിൽ പോയി ചാടിക്കൊടുത്തു. ട്രെയിൻ ഇടിച്ച് ഭയങ്കര കൂട്ടം നിലവിളിയും ഒക്കെ. അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ ഇദ്ദേഹം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കൈകൊട്ടി വണ്ടി നിർത്തിയ ആളിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കാരണം അദ്ദേഹം കൈ കൊട്ടിക്കൊണ്ടാണല്ലോ വണ്ടി നിർത്തിയത്, അല്ലെങ്കിൽ ഇയാൾ പോയി ചാടേണ്ടതാണ്. ബാക്കിൽ ലോറി ഹോൺ അടിക്കുന്നു. അപ്പോൾ ഇയാളും ധൃതിയിൽ പോയി നോക്കാതെ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടേണ്ടതാണ്. അപ്പോൾ ഈ പ്രേം നസീറിൻ്റെ അങ്കിളാണ് ഈ കൈകൊട്ടിയ പുള്ളി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇങ്ങനെ കൈകൊട്ടി. ഞാൻ കാറ് നിർത്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ വീട്ടുകാർ പറഞ്ഞ് അദ്ദേഹം 3 മാസം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ഇത് മരിച്ച ആളാണ് എന്നെ രക്ഷിച്ചത്. ഇത് എന്നോട് ഈ അടുത്ത കാലത്താണ് ഇയാൾ ഈ കാര്യം പറയുന്നത്. എന്നോട് വിശദീകരണം ചോദിച്ചു. അപ്പോൾ ഈ മരിച്ച ആൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന് കൈകൊട്ടിയതാണ്. ഞാൻ പറഞ്ഞല്ല, ഇത് നിങ്ങളുടെ മനസ്സ് തന്നെ ഇൻവെൻറ്റ് ചെയ്ത ഒരു ഡിവൈസാണ്. കാരണം ഈ ആൾ കുറേ സൈക്കിക്കാണ്. അപ്പോൾ ഈ ട്രെയിൻ വരുന്നു, അപകടമാണ് എന്ന് ഇയാളുടെ മനസ്സ് തന്നെയാണ് സെൻസ് ചെയ്തത്. ഇയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയും. അപ്പോൾ ഈ മറ്റേ ആൾ കൈകൊട്ടിയ ആൾ മരിച്ച ആളിനെ ഇയാൾക്ക് കോൺഷ്യസ് ആയിട്ട് അറിഞ്ഞൂടാ. പക്ഷേ അൺകോൺഷ്യസ് ആയിട്ട് ഇയാൾ അതെങ്ങനെ സെൻസ് ചെയ്ത് കാണും. അപ്പോൾ ഇയാളുടെ മനസ്സ് തന്നെയാണ് ഈ രൂപമൊക്കെ ക്രിയേറ്റ് ചെയ്തത് എന്നാണ് എൻ്റെ വിശദീകരണം. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ ഒരു മരിച്ച ആളിനെ കണ്ടാൽ മരിച്ച ആൾ സ്വപ്നത്തിൽ വന്നു എന്ന് സാധാരണ ആളുകൾ പറയും. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ സ്വപ്നത്തിൽ പലതും കാണുന്നു, ജീവിച്ചിരിക്കുന്നവരെയും കാണുന്നു, കൂട്ടത്തിൽ മരിച്ചവരെയും കണ്ടെന്ന് വരാം. അത് നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടി എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ മരിച്ച ആൾ സ്വപ്നത്തിൽ വന്നു എന്ന് പറയാനല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ മരിച്ച ഒരു സ്വപ്നത്തിൽ നമ്മളടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ സാധ്യമല്ല എന്നാണോ സാറ്? അതൊരു ഒരു ഫാർഫെച്ച്ഡ് എക്സ്പ്ലനേഷനാണ്. നമ്മൾ പാരാസൈക്കോളജിയിൽ എപ്പോഴും സിംപിളർ എക്സ്പ്ലനേഷൻസാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇവരുടെ റിയാലിറ്റിയുമായിട്ട് അടുത്ത ഒരു വിശദീകരണം കൊണ്ട് ഒരു കാര്യം വിശദീകരിക്കാമെങ്കിൽ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം മറ്റേത് ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ മരിച്ചവർക്ക് തുടർന്ന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവർ സ്വപ്നത്തിൽ വരാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, നമ്മളല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ലോ ഓഫ് പാഴ്സിമണി എന്നൊരു
തത്വമുണ്ട്. സയൻസിൽ നമ്മളെപ്പോഴും സിംപ്ലർ എക്സ്പ്ലനേഷൻസാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒരാൾ മരിച്ച ഒരു ആൾ സ്വപ്നത്തിൽ വന്നു എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സ് സൃഷ്ടിച്ച ഒരു നാടകം എന്ന് പറയാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. മറ്റേ ഒരു പോസിബിലിറ്റി നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ് നമ്മുടെ സാധാരണക്കാർ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് അതൊരു ഭയമാവും എന്നുള്ളൊരു അതുകൊണ്ടാണോ? അല്ല, നമ്മൾ സിംപിളർ എക്സ്പ്ലനേഷൻസ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സാറ് പറയുന്നത് വെച്ചാൽ ആത്മാക്കൾ സ്വപ്നങ്ങൾ വരാറില്ല എന്നാണ്? വരാറില്ല എന്ന് ഞാൻ പറയുന്നില്ല. സാധാരണ പരേതാത്മാക്കളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നമ്മളുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു നാടകം ആയിട്ട് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അൺലെസ് അതർവൈസ് പ്രൂവ്ഡ്. മറ്റേത് ഒരു തിയറിറ്റിക്കൽ പോസിബിലിറ്റി ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. തിയറിറ്റിക്കൽ പോസിബിലിറ്റി. അപ്പോൾ ഈ പാരാസൈക്കോളജിയിലും ഈ സാറ് പഠിക്കുന്ന ഇതിലും അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ടോ? ഡ്രീംസിൽ ഡ്രീം ഒരു കൺഡ്യൂസീവ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൽ കൂടെ പാരാനോർമലായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷെ അത് ESP കൊണ്ട് വിശദീകരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ESP എന്ന് പറഞ്ഞാൽ ടെലിപ്പതി, ക്ലാർവോയൻസ്, പ്രീകോഗ്നിഷൻ. ഈ കാര്യങ്ങൾ കൊണ്ട് വിശദീകരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അവിടെ ഒരു സ്പിരിറ്റ് ഹൈപ്പോത്തസിസ് കൊണ്ടുവരാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ആ ഒരു പോസിബിലിറ്റി നമ്മൾ ഡിനൈ ചെയ്യുന്നുമില്ല. ടെലിപ്പതിയാണെന്നാണ് പറയുന്നത്. ടെലിപ്പതി കൊണ്ട് വിശദീകരിക്കാമെങ്കിൽ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ആത്മാക്കളുടെ നിന്നും ഒഴിച്ചു വെച്ച് നമുക്ക് ടെലിപ്പതിയിലേക്ക് പോകാമെന്നാണോ? അല്ല, ടെലിപ്പതിയാണ് സിംപിളർ എക്സ്പ്ലനേഷനായിട്ട് വെച്ചിട്ടുള്ളത് പാരാസൈക്കോളജിയിൽ. ഒരു മരിച്ച ആൾ സ്വപ്നത്തിൽ വന്ന് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിലും ഒരു സിംപിളർ എക്സ്പ്ലനേഷൻ ടെലിപ്പതി അല്ലെങ്കിൽ ക്ലാർവോയൻസ് അല്ലെങ്കിൽ പ്രീകോഗ്നിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ പ്രീകോഗ്നിഷൻ അല്ലെങ്കിൽ ക്ലാർവോയൻസ്, അതായത് ട്രെയിൻ വരുന്നു എന്നുള്ള ഒരു വിവരം ഇയാളുടെ അൺകോൺഷ്യസ് മൈൻഡ് സെൻസ് ചെയ്യുന്നു. അത് ഒരു ഡ്രമാറ്റൈസ് ചെയ്ത് ഒരാൾ കൈ കൊട്ടുന്നതായിട്ട് വെളിയിൽ ഇയാൾ കാണുന്നു. അതുകൊണ്ട് ഇയാൾ കാർ നിർത്തുന്നു, ഇയാൾ രക്ഷപ്പെടുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ടോ അതോ സബ് കോൺഷ്യസ് മൈൻഡ്സിൻ്റെ അവയർനെസ് ആണോ? വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇവിടെ അടുത്തൊരു ഹോട്ടലിലേക്ക് ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ റോഡിൻ്റെ വലതുവശത്താണ് ഈ ഹോട്ടൽ. അതൊരു ജംഗ്ഷൻ എത്തി വലത്തോട്ട് തിരിഞ്ഞിട്ട് അപ്പുറത്തെ ട്രാക്കിലാണ് ഈ ഹോട്ടൽ. അപ്പോൾ എനിക്ക് വലത്തോട്ടാണ് തിരിയേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചു വന്നു. പെട്ടെന്ന് മുമ്പിൽ ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് എന്തോ ഉണ്ട്. അവിടെ ഒരു ചെറിയ ബ്ലോക്ക്, വണ്ടികളൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് വലത്തോട്ടാണ് തിരിയേണ്ടത്. അപ്പോൾ റൈറ്റ് ട്രാക്ക് ആ സമയത്ത് വേക്കൻ്റാണ്. എനിക്ക് വേണമെങ്കിൽ വണ്ടി റൈറ്റ് സൈഡിലേക്ക് അപ്പുറത്തെ ഈ റൈറ്റ് ട്രാക്കിലേക്ക് കയറ്റി അവിടെ നിർത്താം. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ഇടത് സൈഡിൽ തന്നെ നിർത്തി. എനിക്ക് വലത്തോട്ടാണ് തിരിയേണ്ടതെങ്കിലും സാധാരണഗതിയിൽ ഞാൻ വലത്തോട്ട് കയറ്റിയാണ് നിർത്തേണ്ടത്. പക്ഷെ ഇടത്ത് തന്നെ നിർത്തി. പെട്ടെന്ന് തൊട്ട് റൈറ്റ് സൈഡിലെ ട്രാക്കിൽ കൂടെ ഒരു അംബാസിഡർ കാർ, അതിൻ്റെ ബ്രേക്ക് ഫെയിൽ ചെയ്തെന്ന് തോന്നുന്നു, ഭയങ്കര സ്പീഡിൽ വന്ന് നേരെ മുമ്പോട്ട് പോയി എൻ്റെ കാറ് കടന്നു പോയി. അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മറ്റേ ഒരു കാറിൻ്റെ ബാക്കിൽ ശക്തമായിട്ട് ഇടിച്ചു. അപ്പോൾ ഇടിച്ച എൻ്റെ സൈഡിൽ കൂടെ പോയ ആ കാറിൻ്റെ റേഡിയേറ്ററിനൊക്കെ തകർന്ന് വെള്ളമൊക്കെ ചീറ്റുകയാണ്. അത് എൻ്റെ കാർ അന്ന് മാരുതി 800 ആണ്. അതിൻ്റെ ബാക്കിൽ ഇടിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ പൊപ്പടാണ്. അപ്പോൾ ഞാൻ ഇടത് സൈഡിൽ നിർത്തിയോണ്ടാണ് നമ്മുടെ വണ്ടിയിൽ ഇടിക്കാത്തത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അവിടെ ഗോസ്റ്റ് ഒന്നും വരുന്നില്ല, ആരും കൈകൊട്ടിയില്ല. എന്തുകൊണ്ടോ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിർത്തി. വാസ്തവത്തിൽ ഞാൻ റൈറ്റ് സൈഡിലാണ് നിർത്തേണ്ടത്. അപ്പോൾ അത് സബ് കോൺഷ്യസ് ആയിട്ട് ഞാൻ എന്തോ സെൻസ് ചെയ്തു. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയത്. സാധാരണ റൈറ്റിലോട്ട് തിരിയണമെങ്കിൽ ആരായാലും ഞാനായാലും റൈറ്റ് ട്രാക്കിലേ നിർത്തുള്ളൂ. പിന്നെ റൈറ്റ് ട്രാക്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നിർത്താൻ സ്പേസും ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതേ സംഭവമാണ് എൻ്റെ ഫ്രണ്ടിന് കണിയാപുരത്ത് വെച്ചും പറ്റിയത്. പക്ഷേ അത് അദ്ദേഹം വെറുതെ വണ്ടി നിർത്തുകയല്ല, അത് നിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചു. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം സർ. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.